ഞാനിപ്പോൾ ട്രാഫിക് പോലീസ് വാർഡനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇന്നലെ എനിക്ക് മാവേലിപുരത്തായിരുന്നു ഡ്യൂട്ടി. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയതും അതിശയമായിട്ട് എനിക്ക് തോന്നിയത് ഏറ്റവും കൂടുതൽ രാവിലെ ഈ ഓഫീസ് സമയങ്ങളിൽ ഇല്ലെങ്കിൽ ഓരോരുത്തരുടെ കടകൾ ജോലി സമയങ്ങളിൽ നമുക്ക് ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതിന് പ്രധാന കാരണം വലിയ ടാങ്കർ ലോറികളാണ്. എണ്ണയുടെ ആയിരുന്നാലും വെള്ളത്തിൻ്റെ ആയിരുന്നാലും പെട്രോളിൻ്റെ ആയിരുന്നാലും വലിയ വലിയ ടാങ്കർ ലോറികൾ ഭയങ്കരമായി നിരത്തിൽ നിറയുന്നു. അതുമാത്രമല്ല, അത് വരുമ്പോൾ ബാക്കിയുള്ള ചെറിയ വാഹനങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല. കാറും അതുപോലെ പെരുകുന്നുണ്ട്. ദിനംപ്രതി വാഹനങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിയന്ത്രിക്കാൻ ഭയങ്കര പാടുണ്ട്. കാരണം നമുക്ക് ഈ വലിയ വാഹനങ്ങൾ വന്ന് നിറയുമ്പോൾ തന്നെ ബ്ലോക്ക് ഭയങ്കരമായിട്ടാവും. അവരെ വിടാൻ വേണ്ടി മറു സൈഡ് നമ്മൾ ചെറുക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡ് ഭയങ്കരമായ ബ്ലോക്ക്, കാറും വണ്ടികളും ബ്ലോക്കായിരിക്കും. ഇപ്പം ടേൺ ഭാഗത്തൊക്കെയാണ് നമുക്ക് ഡ്യൂട്ടി ഇടുന്നത്. അപ്പോൾ ഭയങ്കരമായ പ്രശ്നം ഈ ലോറികൾക്കാണ്. നമുക്ക് ആൾക്കാർ ശാപം ഇടുന്നതും ഇല്ലെങ്കിൽ വഴക്ക് പറയുന്നതും ഈ കാര്യത്തിൽ തന്നെയാണ്. കാരണം രാവിലെ ആയാലും രാത്രി ആയിരുന്നാലും ഈ വലിയ വാഹനങ്ങൾ കൊണ്ടിങ്ങനെ പോകുമ്പോൾ മറ്റുള്ള വാഹനങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണ്, പോകാൻ പറ്റാത്ത രീതിയിൽ തടസ്സവും കൂടെയാണ്. പക്ഷേ ഇത് അധികൃതർ കാണുന്നില്ലേ എന്ന് കേട്ട് കഴിഞ്ഞാൽ അവർക്കിത് അറിയാം. പക്ഷേ അവർ കണ്ടാലും കാണാത്ത രീതിയിൽ പോകുന്നില്ലെങ്കിൽ അതിനായിട്ടൊരു സമയമോ നിയന്ത്രണമോ വയ്ക്കുന്നില്ല. എന്നാൽ നമ്മുടെ വിദേശങ്ങളിൽ എന്ന് പറയുന്നത് സൗദിയിലൊക്കെ ആണെങ്കിൽ ഇതിനായിട്ടൊരു ട്രാക്ക് ഇട്ടിട്ടുണ്ട്. ആ ഭാഗത്തൂടെ അതിന് പോകാൻ പാടുള്ളൂ. അങ്ങനെ ആയിരുന്നെങ്കിൽ പോലും നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു. ജനങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് ഈ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് അധികൃതർ കണ്ട് ഒരു തീരുമാനം എടുത്തിരുന്നു എങ്കിൽ നല്ല കാര്യമായിരുന്നു. ഇല്ലെങ്കിൽ ഇനിയും ഒരുപാട് വാഹനങ്ങൾ പെരുകുകയാണ്. ചെറിയ വാഹനങ്ങൾ തൊട്ട് വലിയ വാഹനങ്ങൾ വരെ നിരക്കുകളിൽ ഓരോ ദിവസം ദിനംപ്രതി വാഹനങ്ങൾ പെരുകുകയാണ്. ഇങ്ങനെ പെരുകി കഴിയുമ്പോൾ മലിനീകരണങ്ങളായിരുന്നാലും കാർബൺ ഡയോക്സൈഡിൻ്റെ പ്രശ്നങ്ങളെല്ലാം കൊണ്ടും അന്തരീക്ഷമായിരുന്നാലും മനുഷ്യർക്കായിരുന്നാലും ബുദ്ധിമുട്ട് തന്നെയാണ്. ഇത് ഒരു നിയന്ത്രണത്തിലെത്തണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്നാണ് എനിക്കറിയേണ്ടത്. നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ അപ്പോൾ മനസ്സിലാകും. എനിക്കത് ഭയങ്കരമായൊരു ബുദ്ധിമുട്ട് തോന്നിയുകൊണ്ടും വിഷമം തോന്നിയുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള പ്രധാന കാരണം. കിട്ടിയ സമയത്തിനുള്ളിൽ എടുത്തതാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഞാൻ പറഞ്ഞത് എന്തുമാത്രം ശരിയുണ്ടെന്ന് മനസ്സിലാകും.